ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഏതാണ് പഠിക്കുന്നത്? യുദ്ധത്തിന്റെ പരിണാമം. നമ്മൾ ഏകദേശം ആ പാഠഭാഗത്തിന്റെ അവസാനമാകാറായി കഴിഞ്ഞു അല്ലേ? അപ്പോഴെന്താണ് മഹാഭാരതത്തിന്റെ എന്താണ് കഥ എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായോ? മനസ്സിലായി കാണുമല്ലോ. പിന്നെന്താണ് ഈ മഹാഭാരത കഥ നമ്മളുടെ ഇപ്പോഴത്തെ ജീവിതവുമായിട്ട് എങ്ങനെയെല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു അല്ലേ? ആ ഒരു ചോദ്യമാണത്. എന്താണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ജീവിതത്തിലൊക്കെ സംഭവിക്കുന്നത് അല്ലേ? അതിനകത്തുള്ള ഒരു യുദ്ധവും ചേരിയും വൈരാഗ്യവും അതെല്ലാം അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമുക്കത് നിലനിൽക്കുന്നു അല്ലേ? എന്തൊക്കെയാണെങ്കിലും ബന്ധുക്കളാണെങ്കിൽ പോലും അവർ തമ്മിലൊരു വൈരാഗ്യം ഉണ്ടാവുകയൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ അതെല്ലാം നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയിലും അതെല്ലാം വന്നിരിക്കുന്നു. അപ്പം നമ്മൾ കുട്ടിക്കൃഷ്ണമാരാരുടെ ഒരു വിമർശന കൃതിയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരത പര്യടനം എന്ന് പറഞ്ഞ ആ വിമർശന കൃതിയിൽ നിന്നും എടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് യുദ്ധത്തിന്റെ പരിണാമം. എന്തായാലും നമ്മളുടെ ഭാരതത്തിന്റെ ആ ഒരു യശസ് ലോകത്തോളം ഉയർത്താൻ തക്ക കഴിവുള്ള ഒരു പാഠഭാഗമാണ്. ഒരു പാഠഭാഗം നല്ല മക്കളെ അതാണ് നമ്മളുടെ മഹാഭാരതം. നമ്മുടെ ഭാരതത്തിന്റെ ശ്രേയസ് യശസ് ലോകം മൊത്തം വാനോളം അറിയിക്കുവാൻ വേണ്ടി, വാനോളം ഉയർത്താൻ വേണ്ടിയിട്ട്, അതായത് നമ്മളുടെ ലോകത്ത് ഭൂമിക്ക് മൊത്തത്തിൽ അറിയാവുന്ന രീതിയിലായില്ലേ അല്ലേ? മഹാഭാരതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ എവിടെ ആൾക്കാരുണ്ട് അവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥയാണ് മഹാഭാരതം. ഒരു പക്ഷേ എന്താണ് രാമായണത്തിനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്നതാണ്. അതിൽ തന്നെ പറയുന്നുണ്ടല്ലോ എന്താണ് ഏറ്റവും വലിയ സംസ്കൃത കാവ്യമാണ് അല്ലേ? ഏറ്റവും വലിയ സംസ്കൃത വ്യാസ വിചരിതമാണ്. പിന്നാണ് എഴുതാൻ തുടങ്ങിയപ്പോൾ സഹായത്തിന് ആരായിരുന്നെന്നാ പറഞ്ഞത്? ഗണേശനായിരുന്നു, ഗണപതിയായിരുന്നു. അതെല്ലാം അതിൻ്റെ ഐതിഹ്യങ്ങൾ എന്ന് മാത്രമാണോ? വാസ്തവമായിരിക്കാം. അല്ലെങ്കിൽ തന്നെ ഒരാൾ എത്ര നാളെന്ന് വെച്ച് ഇത്രയും ആ ഒരു വലിയ ഗ്രന്ഥം എഴുതുന്നത്, അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും സത്യമാണെന്ന് ചിന്തിക്കുന്നു. ഓക്കെ, അതങ്ങനെ തന്നെ ആവട്ടെ. നമുക്കപ്പോൾ പാഠഭാഗത്തിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോഴെന്താണ് നമ്മൾ ആ ഒരു ദ്രൗണിയുടെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? ആ ചൂടാമണി എടുക്കാൻ വേണ്ടിയിട്ട് ആരാണ് പോകുന്നത്? ഭീമസേനൻ പോവുകയാണ്. ദ്രൗപദി പറഞ്ഞിട്ട് ഭീമസേനൻ ചൂടാമണി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോഴത്തേന് ആ പോകുന്ന സമയത്ത് നമ്മുടെ കൃഷ്ണൻ എന്താണ് അർജുനനോട് പറഞ്ഞത്? അർജുനനോട് പറഞ്ഞ ഭീമനെ അതിൽ നിന്ന് തടയൂ. എന്താണ് ദ്രൗണിയുടെ കയ്യിൽ എന്താണുള്ളത്? ദ്രൗണിയുടെ പിതാവ് കൊടുത്തിരിക്കുന്ന എന്താണ് ദ്രൗണിയുടെ കയ്യിലുള്ളത്? ആ ബ്രഹ്മശിരസ് എന്ന അസ്ത്രമുണ്ട്. ബ്രഹ്മശിരസ് എന്ന അസ്ത്രം കയ്യിലുണ്ട്. അപ്പോഴാ ബ്രഹ്മശിരസ് അസ്ത്രത്തിന്റെ പ്രത്യേകത എന്താണ്? ഭൂമി മൊത്തവും ചുട്ട് ചാമ്പലാക്കാനുള്ള ശേഷി ഉള്ളതാണ് ആ ബ്രഹ്മശിരസ് എന്നുള്ള അസ്ത്രം. അപ്പോഴെന്താണ് അങ്ങനെ പോകുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ആ അസ്ത്രം പ്രയോഗിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഭൂമി മൊത്തത്തിൽ ഇല്ലാതായി പോകും. അപ്പോഴാ ചൂടാമണി എടുക്കാൻ വേണ്ടി പോകുന്നത് ഭീമന്റെ ജീവന് അപകടമാണ് എന്ന് പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ ആരൊക്കെ കൂടിയാണ് പോകുന്നത്? ആ കൃഷ്ണനും യുധിഷ്ഠിരനും അർജുനനും എല്ലാവരും കൂടി എങ്ങോട്ട് പോകുന്നുണ്ട്? ആ കൃഷ്ണന്റെ തേരിൽ കയറിയിട്ട് എവിടെ എത്തുന്നുണ്ട്? അവര് ഭീമന്റെ പുറകെ ചെല്ലുന്നുണ്ട്. അങ്ങനെ ചെല്ലുന്ന സമയത്ത് എന്താണ് അവര് തമ്മിൽ കാണുകയും പിന്നെന്താണ് ആ ഒരു വല്ലാത്ത ഒരു കണ്ട മാത്രയിൽ എന്താണ് ഇവരെവിടേക്കാണ് പോകുന്നത്? നമ്മളുടെ യുദ്ധം കഴിഞ്ഞിട്ട് ആ ദ്രൗണി വനത്തിൽ പോയി എന്നാണ് പറയുന്നത്. വനത്തിൽ പോയിന്ന്. അപ്പോഴത്തേനും ഇവരെ കണ്ട മാത്രയിൽ ദ്രൗണിക്ക് മനസ്സിലായി എന്താണ് തന്നെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. പാണ്ഡവ പടയെ മൊത്തത്തിൽ കൊന്നൊടുക്കിയ തന്നെ കൊല്ലാൻ വേണ്ടി വന്നിരിക്കുന്നതാണെന്ന് ദ്രൗണിക്ക് മനസ്സിലാവുകയും ദ്രൗണി അന്നേരം തന്നെ എന്താണ് എന്ത് പുല്ലാണ് ഉള്ളിയെടുത്തത്? കറുകപ്പുല്ലല്ലേ? കറുക പറയുന്നില്ലല്ലോ മക്കളെ. ഒരു പുൽക്കൊടി നുള്ളിയെടുത്ത് കറുക എന്തായിരുന്നു? കറുക ദേഹത്ത് ധരിച്ചുകൊണ്ടിരിക്കുകയല്ലായിരുന്നോ? എന്താണ് അതാണ് ദർഭപ്പുല്ലാണ്. കുശചീരങ്ങൾ, ദർഭപ്പുല്ലും പിന്നെന്താണ് മരത്തിന്റെ തോലും ഒക്കെയാണ് ധരിച്ചുകൊണ്ടിരുന്നത് ദ്രൗണി. അപ്പോഴെന്താണ് പിന്നെന്താണ് ഒരു നീടം കൈ കൊണ്ടൊരു പുൽക്കൊടി നുള്ളിയെടുത്തിട്ട് അതുകൊണ്ട് പ്രാർത്ഥിച്ച് നമ്മുടെ
അതിവ്യാസ്ത്രമാക്കുന്നു. എന്നിട്ട് എന്താണ്, ആ 3 ലോകവും എരിയിക്കാൻ പോകുന്ന തീ അതിനകത്ത് വന്നു കഴിഞ്ഞു അന്നേരത്തേന്. എന്നിട്ട് ആ വസ്ത്രം അയക്കുകയാണ് ആര്, ദ്രൗണി. അപ്പോഴെന്താണ്, ആ ദ്രൗണിയുടെ ഭാവം ആദ്യമേ കണ്ടറിഞ്ഞ കൃഷ്ണൻ എന്താണ്, അർജുനനോട് ദ്രോണൻ ഉപയോഗിച്ച അതേ അസ്ത്രം പ്രയോഗിക്കാൻ സമയമായെന്ന് പറയുന്നു. ആ ദ്രൗണി ഉപയോഗിച്ച, ദ്രോണർ ഉപയോഗിച്ച അതേ അസ്ത്രം, ദ്രൗണിയും ദ്രോണരും എല്ലാവരും ഒന്ന് തന്നെയല്ലേ? നോക്കിക്കേ മക്കളെ, ദ്രോണർ ഉപയോഗിച്ച അതേ അസ്ത്രം തന്നെ തിരിച്ച് അയക്കാൻ വേണ്ടി പറയുന്നത്. എന്തിനാണ് അങ്ങനെ പറയുന്നത്? ആ അസ്ത്രത്തിനെ അസ്ത്രമില്ലാതാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അല്ലാതെ തിരിച്ചു ചെന്ന് നമ്മളെ ദ്രോണര് കൊല്ലാൻ വേണ്ടിയിട്ടല്ല പറഞ്ഞത്. എന്തിനാണ്? ആ അസ്ത്രത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതേ വീര്യത്തിലുള്ള അസ്ത്രം തിരിച്ച് പ്രയോഗിക്കാൻ വേണ്ടി പറഞ്ഞത് കേട്ടോ. എന്നിട്ട് എന്താണ് പറയുന്നത്, അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന മംഗളം ആലപിച്ച് അത് പ്രയോഗിച്ചു. അത് മറ്റേതുപോലെ തന്നെ കത്തി ജ്വലിച്ചു. എന്താണ്, ഇടിമുഴക്കോ, ആ 2 ഭയങ്കര ശക്തിയുള്ള 2 അസ്ത്രങ്ങൾ വന്ന് കൂട്ടിമുട്ടിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചു അവിടെ എന്താണ്, ഇടിമുഴക്കവും മിന്നൽ പാളിച്ചയും ഭൂകമ്പവും അത്രയും ഭയങ്കരമായിട്ടുള്ള ശബ്ദവും തീയും ഒക്കെയാണ് വന്നത്. അപ്പോഴെന്താണ്, സർവ്വഭൂതങ്ങളും പേടിച്ചിരട്ടു, എല്ലാ ഭൂതഗണങ്ങൾ എല്ലാവരും പേടിച്ചിരട്ടു. അപ്പോഴെന്ത് നമ്മൾ സംഭവിച്ചു? കഴിഞ്ഞ ദിവസം പഠിച്ചാണിത്. അപ്പോൾ സർവഭൂതാത്മാവായ നാരദനും ഭാരത പിതാമഹനായ കൃഷ്ണദേവായനും ആ അസ്ത്രങ്ങൾക്ക് നടുവിൽ മറ്റു 2 അഗ്നികളെ പോലെ വന്നു നിന്നു. ആ 2 അസ്ത്രങ്ങൾ കൂട്ടിമുട്ടുന്നതിന് മുമ്പ്, അത് അടുക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള ഭീഭത്സമായിട്ടുള്ള ശബ്ദങ്ങളൊക്കെയാണ് കേൾക്കുന്നത്. അതുകൊണ്ട് കൂട്ടിമുട്ടുന്നതിന് മുമ്പേ നാരദ മഹർഷിയും കൃഷ്ണദേവാലയനും കൂടെ വന്ന് അതിന്റെ ഇടയിൽ നിന്നു. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചില്ലേ അത്രയും. അവർ പറഞ്ഞു, പല ശസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരും ഈ ഒരസ്ത്രം മനുഷ്യരെ പ്രയോഗിച്ചിട്ടില്ല. അപ്പോഴെന്താണ് അവർ പറയുന്നത്, എന്താണ്, പല ശസ്ത്രങ്ങളും അറിയുന്ന, ഒരുപാട് ശസ്ത്രങ്ങൾ, ഇതിനേക്കാൾ വീര്യമുള്ളതായിട്ടുള്ള പല ശസ്ത്രങ്ങളും അറിയാവുന്ന, ശസ്ത്രങ്ങൾ എന്ന് വെച്ചാൽ ആയുധങ്ങളാണ് കേട്ടോ, ശസ്ത്രങ്ങൾ. ആ ശസ്ത്രങ്ങളും അറിയുന്ന കഴിഞ്ഞുപോയ മഹാരഥന്മാരാരും ഈ ഒരസ്ത്രം മനുഷ്യരിൽ പ്രയോഗിച്ചിട്ടില്ല. നിങ്ങൾ എന്തേ ഈ മഹാനാശകാരിയായ സാഹസം ചെയ്യാൻ? നിങ്ങൾ എന്തിനാണ് ഇത്രയും മഹാനാശകാരിയായി, ഇത്രയ്ക്ക് മഹാനാശം വരുത്തുന്ന ആ മഹാനാശകാരിയായിട്ടുള്ള സാഹസം ചെയ്യാൻ, ആ ഒരു സാഹസം ചെയ്യാൻ നിങ്ങൾ മാത്രം എന്തേ മുതിരുന്നത്? നിങ്ങളെന്തേ ഈ മഹാനാശകാരിയായ സാഹസം ചെയ്യാൻ? എന്താണ്, ഇതിനേക്കാൾ മുൻപ് ഇതിനേക്കാൾ വീരശൂര പരാക്രമികളായിട്ടുള്ള ആളുകൾ കടന്നു പോയിട്ടുണ്ട്, മഹാരഥന്മാർ ഇവിടെ നിന്ന് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവരാരും ഈ ഒരു അസ്ത്രം പ്രയോഗിക്കാൻ വേണ്ടി ധൈര്യപ്പെട്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്തിനാണത് ചെയ്തത്? കണ്ടോ, നിങ്ങൾ മഹാകാര്യ സാഹസം നിങ്ങൾ എന്തിനാണ് ചെയ്യുന്നത്? അർജുനൻ അവരെ കണ്ട ഉടനെ തൻ്റെ അസ്ത്രത്തെ സത്വരം പ്രതിസംഹരിച്ചു. എന്താണ്, അവരെ കണ്ട ഉടനെ അമ്പ ഇത് കഴിഞ്ഞില്ലേ, അതിനെ നമുക്ക് തിരിച്ചു വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതെന്തുവാ, ആ പ്രതിസംഹരിക്കുക എന്ന് വെച്ചാൽ തിരിച്ചു ഇല്ലാതാക്കുക എന്നാണ്. അപ്പോഴാ വിട്ട് കഴിഞ്ഞ അസ്ത്രത്തിനെ അതിനെ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടി പറ്റും. നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ദൈവങ്ങളെ കൊണ്ടൊക്കെ പറ്റുള്ളൂ കേട്ടോ. നോക്കിയ മക്കളെ, അപ്പോഴെന്താണ്, അർജുനൻ അവരെ കണ്ടു കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്തു? തൻ്റെ അസ്ത്രത്തെ സത്വരം പ്രതിസംഹരിച്ചു. പ്രതിസംഹരിച്ചു എന്ന് വെച്ചാൽ ഇല്ലാതാക്കുക എന്നാണ് അർത്ഥം. പ്രതിസംഹരിച്ചു. എന്താണ്? ഇല്ലാതാക്കി. ഇല്ലാതാക്കി മാത്രം അതുകൊണ്ട് നമുക്ക് കൊല്ലുക എന്നുള്ള അർത്ഥവും ഉണ്ട് കേട്ടോ. ഇപ്പൊ നമുക്ക് പ്രതിസംഹരിച്ചു എന്ന് വെച്ചാൽ കൊല്ലുക എന്നുള്ള ഒരു വേർഡ് മീനിങ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ നമ്മുടെ പുസ്തകത്തിന്റെ ഒരു അതിന്റെ അകത്തുള്ള അർത്ഥം വരുമ്പോഴത്തേന് നമുക്ക് എങ്ങനെയാണ് അസ്ത്രത്തെ കൊന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് അസ്ത്രത്തെ ഇല്ലാതാക്കി എന്നുള്ള മീനിങ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. നമുക്കെന്ന് വെച്ചാൽ മലയാളത്തിന്റെ അർത്ഥങ്ങൾ നമ്മൾ നോക്കുമ്പോഴാണെങ്കിലേ, അപ്പോൾ നമുക്ക് സാഹചര്യം അനുസരിച്ച് അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകാം. നമ്മൾ പഠിപ്പിക്കുന്ന പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള സാഹചര്യങ്ങൾ അനുസരിച്ച് നമുക്ക് അർത്ഥവ്യത്യാസങ്ങൾ ഉണ്ടാകാം. അപ്പോഴത്തേനാണ് എന്താണ്, നമുക്ക് പ്രതിസംഹരിച്ചു എന്ന് വെച്ചാൽ യഥാർത്ഥ അതിന്റെ ഒരർത്ഥം കൊല്ലുക എന്നുള്ള മീനിങ് വരുന്നുണ്ട്. പിന്നെന്താണ്, ഇല്ലാതാക്കി എന്ന് കൊല്ലുക എന്ന് പറയുന്നത് ഏകദേശം ഒന്ന് തന്നെയല്ലേ. അപ്പോഴെന്താണ്, നമ്മൾ അസ്ത്രത്തെ ഇല്ലാതാക്കി, അല്ലാതെ അസ്ത്രത്തെ കൊന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ.
അപ്പോൾ ഇല്ലാതാക്കി. അപ്പോഴെന്താണ് വേറൊരു മീനിങ് ഉള്ള എന്താണ്? കൊല്ലുക. അപ്പോൾ നമുക്ക് സന്ദർഭം അനുസരിച്ച് മലയാളത്തിന്റെ വാക്കുകളുടെ അർത്ഥം, മലയാളത്തിന്റെ മാത്രമല്ല നമുക്ക് ഇംഗ്ലീഷിന്റെയും അങ്ങനെ വരുന്നുണ്ട്, സന്ദർഭം അനുസരിച്ച് അർത്ഥങ്ങൾ മാറുന്നുണ്ട്. ഓക്കെ, നോക്കിയേ മക്കളെ, അർജുനൻ അവരെ കണ്ട ഉടനെ തന്റെ അസ്ത്രത്തെ സത്വരം പ്രതിസംഹരിച്ചു. ഭഗവാന്മാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തുമാറാകണം എന്ന് അപേക്ഷിച്ചു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഭഗവാന്മാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തുവാനായി, ഹിതം എന്ന് വെച്ചാൽ നല്ലത്, നന്മ വരുത്തുവാൻ വേണ്ടിയിട്ട് വരുത്തുമാറാകണം എന്ന് അപേക്ഷിച്ചു. ഞങ്ങൾക്ക് ലോകത്തിന്, ഇപ്പം ഞങ്ങൾക്ക് മാത്രം നന്മ വരുത്തണേന്നാണോ പറഞ്ഞത്? അല്ല, ലോകാ സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയണം. എന്താണ്? ലോകത്തിൽ എല്ലാത്തിനും സുഖം ഭവിക്കട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഏറ്റവും അവസാനം പ്രാർത്ഥിക്കുന്നതല്ലേ എന്താണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു പറയത്തില്ലേ? പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ. നമ്മളുടെ പാട്ടുകളിൽ ആണെങ്കിൽ തന്നെയും നമ്മുടെ പ്രാർത്ഥനാ പുസ്തകങ്ങളിലാണെങ്കിൽ തന്നെയും ഉള്ളത് കാര്യമാണ്. എന്താണ്? ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിൽ എല്ലാവർക്കും സുഖം വരട്ടെ, മംഗളം വരട്ടെ എന്ന് നമ്മൾ ഭാരതീയർ കേട്ടോ, നമ്മൾ ഭാരതീയർ അങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പറഞ്ഞില്ല, അതും ഭാരതത്തിന്റെ ഒരു പൈതൃകമാണ്. അപ്പോഴത്തന്നെ എന്താ അർജുനൻ പറഞ്ഞിരിക്കുന്നത്? എന്താണ് ഞങ്ങൾക്കും ലോകത്തിനും. കണ്ടോ, ഞങ്ങൾക്ക് മാത്രം സുഖം വരട്ടെ എന്നല്ല പറഞ്ഞത്, ഞങ്ങൾക്ക് മാത്രം ഹിതം വരുത്തുമാറാകണം എന്നല്ല പറഞ്ഞത്, ഞങ്ങൾക്കും ലോകത്തിനും. ലോകത്തിന് ഹിതം വരാൻ കാരണം എന്താണ്? നമ്മളുടെ ബ്രഹ്മശിരസ് പറഞ്ഞ അസ്ത്രം പ്രയോഗിച്ചതിന് എന്താണ്? ഭൂമി മൊത്തവും കത്തിപ്പോകുന്നതാണ് അല്ലേ? അപ്പോഴത്താണ് ലോകത്തെ കൂടി രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അർജുനൻ അത് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അർജുനൻ അവരെ കണ്ട ഉടനെ തന്റെ അസ്ത്രത്തെ സത്വരം പ്രതിസംഹരിച്ചു. ഭഗവാന്മാർ ഞങ്ങൾക്കും ലോകത്തിനും ഹിതം വരുത്തുമാറാകണമെന്ന് അപേക്ഷിച്ചു. ബാക്കി നോക്കിക്കേ, ബ്രഹ്മ തേജോഭാവമായ ആ അസ്ത്രത്തെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചല്ലാതെ പ്രതിസംഹരിക്കുക ദുഷ്കരമാണ്. എന്താണ് ബ്രഹ്മ തേജോഭാവമായ ആ അസ്ത്രം? ആ ബ്രഹ്മാവിന്റെ തേജസ്സിൽ നിന്നും ഉണ്ടായതാണ് ആ അസ്ത്രം കേട്ടോ. ബ്രഹ്മാവിന്റെ, ബ്രഹ്മാവ് എന്ന് വെച്ചാൽ ആരാടോ? നമ്മുടെ ലോകത്തിലെ സൃഷ്ടികർമ്മം ചെയ്യുന്ന ആളാണ് ബ്രഹ്മാവ്. ബ്രഹ്മാവ് സൃഷ്ടി സ്ഥിതി സംഹാരം നിങ്ങൾ കേട്ടുള്ളല്ലേ? സൃഷ്ടികർമ്മം ചെയ്യുന്നത് ബ്രഹ്മാവ്, സ്ഥിതി ആരാണ്? മഹാവിഷ്ണുവാണ് സ്ഥിതി, സംഹാരം ശിവനാണ്, പരമശിവൻ. അപ്പോൾ സൃഷ്ടി സ്ഥിതി സംഹാരം ചെയ്യുന്നു. അതിനകത്ത് സൃഷ്ടി ചെയ്യുന്ന ആരാണെന്നാണ് പറഞ്ഞത്? ബ്രഹ്മാവ്. അപ്പോഴാ ബ്രഹ്മാവിന്റെ ബ്രഹ്മ തേജോ ഭാവമായ ബ്രഹ്മാവിന്റെ തേജസ്സിൽ നിന്നാണ് ആ ഉണ്ടായത്. എന്താണ്? നമ്മുടെ ആ ഒരു ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രം ഉണ്ടായത്. ആ ബ്രഹ്മ തേജോഭാവമായ ആ അസ്ത്രത്തെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചില്ലാത്ത ആർക്കും പ്രതിസംഹരിക്കുക ദുഷ്കരമാണ്. എന്താണ് ബ്രഹ്മചര്യവ്രതം എന്ന് വെച്ചാൽ? എന്താണ് ബ്രഹ്മചാരി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത്? അപ്പൊ നിങ്ങൾ പറയുന്ന മോഹൻലാലിന്റെ ഒരു സിനിമയുടെ പേരാ ഞാൻ ബ്രഹ്മചാരി എന്ന് അല്ലേ? ബ്രഹ്മചാരി എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ എപ്പോഴും നല്ല ശുദ്ധമായിട്ടിരിക്കുന്ന ആളുകളായിരിക്കണം, ദൈവവിശ്വാസികളായിരിക്കണം, വിവാഹം കഴിച്ചിട്ടില്ലാത്തതായിരിക്കണം, സ്ത്രീയെ പ്രാപിച്ചിട്ടില്ലാത്ത ആളായിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ബ്രഹ്മചാരി ആയിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്താണ് ഈ അസ്ത്രത്തെ എന്താണ്? ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചിരിക്കുന്ന ആളിന് മാത്രമേ എന്താണ് പ്രതിസംഹരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. കണ്ടോ, എന്താണ്? ബ്രഹ്മ തേജോഭാവമായ ആ അസ്ത്രത്തെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചവനല്ലാതെ പ്രതിസംഹരിക്കുക ദുഷ്കരമാണ്. പ്രതിസംഹരിക്കുക പറഞ്ഞല്ലോ, ഇല്ലാതാക്കുക, കൊല്ലുക എന്നുള്ളത്. അപ്പോഴാ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്ന ആളിന് മാത്രമേ ആ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രത്തെ പ്രതിസംഹരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ. ചെയ്താൽ അത് അവന്റെ കൂട്ടുകാരുടെ തല തെറിപ്പിക്കും. എന്താണ്? ആ അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് അവന്റെ കൂട്ടുകാരുടെ തല തെറിപ്പിക്കും. അതിനാൽ ദ്രൗണി അത് പ്രതിസംഹരിപ്പിക്കാൻ കഴിവില്ലാതെ വാശി പിടിച്ചു നിൽക്കുകയായി. എന്താണ്? അപ്പോൾ ദ്രൗണി എന്താണ്? ദ്രൗണി ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്ന ആളല്ല. മനസ്സിലായോ? ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്ന ആളിന് മാത്രമേ നമ്മുടെ ബ്രഹ്മശിരസ് എന്ന് പറയുന്ന അസ്ത്രത്തെ പ്രതിസംഹരിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അപ്പോൾ ദ്രൗണിക്ക് അത് ചെയ്യാൻ പറ്റില്ല.
അഥവാ ചെയ്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവന്റെ കൂട്ടുകാരുടെ തല തെറിപ്പിക്കും. അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളുടെ തല തെറിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ തല പൊട്ടിപ്പോവുകയാണ് ചെയ്യുന്നത്. അവർ മരിച്ചു പോവുകയാണ് ചെയ്യുന്നത്. അതിനാൽ ദ്രൗണി അത് പ്രതിസംഹരിപ്പിക്കാൻ കഴിവില്ലാതെ വാശി പിടിച്ചു നിൽക്കുകയായി. വ്യാസൻ പറഞ്ഞു, കുഞ്ഞെ, അർജുനൻ ദേഷ്യം കൊണ്ടോ നിന്നെ കൊല്ലാനോ അല്ല അസ്ത്രമെയ്തത്. എന്താണ് എന്റെ വ്യാസൻ പറയാണ്? കുഞ്ഞെ, അർജുനൻ ദേഷ്യം കൊണ്ടോ നിന്നെ കൊല്ലാനോ അല്ല അസ്ത്രമെയ്തത്. എന്തിനാണ്? അസ്ത്രത്തെ അസ്ത്രം കൊണ്ട് അടക്കാനാണ്. അസ്ത്രത്തെ അസ്ത്രം കൊണ്ട്, അത് ആദ്യമേ പറയുന്നുണ്ടല്ലോ. എന്താണ് പറയുന്നുണ്ടെന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഭാഗത്ത് പറയുന്നുണ്ടല്ലോ, അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങട്ടെ, അസ്ത്രം അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴെന്താണ്? ആ അസ്ത്രം കൊണ്ടടങ്ങട്ടെ എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോഴതുകൊണ്ട് അർജുനൻ എന്താണ്? ആരെയും കൊല്ലാനോ ദേഷ്യം പിടിപ്പിക്കാനോ ഒന്നുമല്ല എന്ത് ചെയ്തത്? ആ അസ്ത്രം അയച്ചത്. അസ്ത്രത്തെ അസ്ത്രം കൊണ്ടൊടുങ്ങാനാണ്. അയാളത് പ്രതിസംഹരിക്കുകയും ചെയ്തു. എന്നിട്ട് എന്താണ്? ആ ബ്രഹ്മാവും ആരാണ് മക്കളെ ഇവിടെ വന്നത്? നമ്മുടെ നാരദനാണ് വന്നത്. നാരദൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും നാരദനും വ്യാസനും കൂടി ആ അസ്ത്രങ്ങളുടെ നടുക്ക് കയറി നിൽക്കുന്ന സമയത്ത് തന്നെ അർജുനൻ അതിനെ പ്രതിസംഹരിച്ചു. അപ്പോഴെന്താണ്? ആ അസ്ത്രത്തെ അസ്ത്രം കൊണ്ടെടുക്കാനാണ്. അയാളത് പ്രതിസംഹരിക്കുകയും ചെയ്തു. അങ്ങനെയുള്ള ആ അർജുനനെയും കൂട്ടരെയും നീ എന്തേ കൊല്ലണമെന്ന് വിചാരിച്ചത്? അപ്പോഴെന്താണ്? അർജുനൻ അസ്ത്രത്തിനെയാണ് തിരിച്ചു ഒരു അസ്ത്രം കൊണ്ട് എയ്തത്, അല്ലാതെ ഇതിന്റെ കൂട്ടാളികളെ ഒന്നും അല്ല അദ്ദേഹം അങ്ങനെ അസ്ത്രം എയ്യാൻ ശ്രമിച്ചത്. പിന്നെ നീ മാത്രം നീ എന്തേ കൊല്ലണമെന്ന് വിചാരിച്ചത്? ഈ ബ്രഹ്മശിരോസ്ത്രം വീണ രാഷ്ട്രത്തിൽ 12 കൊല്ലമാണ്, 12 കൊല്ലം മഴ പെയ്യില്ല. ഈ ബ്രഹ്മശിരോസ്ത്രം വീണ ആ ഭൂമിയിൽ ആ ഭാഗത്ത് പിന്നെ എന്താണ് സംഭവിക്കുന്നത്? 12 വർഷം മഴ പെയ്യത്തില്ല. കണ്ടോ? 12 കൊല്ലം മഴ പെയ്യില്ല. അർജുനൻ അതറിഞ്ഞ് പ്രതിസംഹരിച്ചു. അപ്പോഴത് ആർക്കറിയാമായിരുന്നു? അർജുനൻ അറിയാമായിരുന്നു. അർജുനൻ അങ്ങനെ അത് അറിഞ്ഞത് കൊണ്ടാണ് അർജുനൻ അത് ആ അസ്ത്രത്തെ പ്രതിസംഹരിച്ചത്. പ്രതിസംഹരിക്കുക എന്ന് വെച്ചാൽ ഇല്ലാതാക്കുക. നീയും ചെയ്യൂ, കോപമടക്കൂ, പാണ്ഡവർ നിരാമയരാവട്ടെ. നിരാമയർ എന്ന് വെച്ചാൽ എന്താ? ദുഃഖമില്ലാത്തവരാവട്ടെ. നിരാമയർ എന്താണ്? ദുഃഖമില്ലാത്തവർ. ദുഃഖമില്ലാത്തവരാവട്ടെ. കഴിഞ്ഞിട്ട് കണ്ടോ 2 കുത്തുണ്ട് നിസർഗം. മക്കളെ ഓക്കെ. നിരാമയരാവട്ടെ, ദുഃഖമില്ലാത്തവർ ആകട്ടെ എന്നാണ് പറയുന്നത്. നിന്റെ ചൂടാമണിയും അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ അവർ നിന്റെ പ്രാണൻ വിട്ടുതരുള്ളൂ. എന്താണ്? ആരാണിത് പറയുന്നത്? വ്യാസനാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? നീ ആ അസ്ത്രത്തെ പിൻവലിക്കണം. കാര്യം എന്ന് വെച്ചാൽ അസ്ത്രം ചെന്ന് വീഴുന്ന ഭാഗം എന്താണ്? അവിടെ 12 വർഷക്കാലത്തേക്ക് പിന്നീട് മഴ പെയ്യില്ല. മഴയില്ലാത്തൊരവസ്ഥയുടെ എന്താണ് നിങ്ങൾക്കറിയാമല്ലോ. മഴയില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. ഇപ്പൊ തന്നെ നമുക്ക് സമ്മർ വെക്കേഷന്റെ സമയമാകുമ്പോഴേക്കും എന്താണ് ഭയങ്കരമായിട്ടുള്ള അതികഠിനമായിട്ടുള്ള ചൂടാണ്. നമ്മളുടെ വീടുകളിലെ കിണറുകളിൽ പോലും വെള്ളം വറ്റിപ്പോകുന്നൊരവസ്ഥയാണ്. പിന്നെന്താണ്? നമ്മുടെ പ്രദേശത്തോട് ചുറ്റുപാടിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഒരു പോച്ച പോലും കാണാനില്ല. മൊത്തം കരിഞ്ഞു കിടക്കുകയായിരിക്കും അല്ലേ? ആ ചൂടിന്റെ ഒരു ശക്തി കൊണ്ട് സംഭവിക്കുന്നതാണ്. ചൂടും ആ വെള്ളമില്ലാത്ത ഒരവസ്ഥ എല്ലാം കൂടി കൊണ്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണത്. അപ്പോഴെന്താണ്? അതുകൊണ്ട് നീ ആ അസ്ത്രം പിൻവലിക്കണം. അത് മാത്രമല്ല, എന്ത് വേണം? നിന്റെ ചൂടാമണി, നിന്റെ തലയിൽ ചൂടിയിരിക്കുന്ന ചൂടാമണി, അതൊരു രക്തമാണ്. ആ രക്തവും അവർക്ക് കൊടുക്കണം. അത് കൊടുത്താലേ അവർ നിന്റെ പ്രാണൻ വിട്ടു തരുള്ളൂ. അത് കൊടുത്താൽ മാത്രമേ നിന്റെ പ്രാണൻ അവര് ആരാണ്? അവർ അർജുനൻ പാണ്ഡവരെല്ലാവരും കൂടി അവര് നിന്റെ പ്രാണൻ വിട്ടുതരൂ. പാണ്ഡവർ ഈ യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഇത്ര വിലപ്പെട്ടതൊന്നുമില്ല. എന്താണ്? ഈ പാണ്ഡവർ ഈ യുദ്ധം കൊണ്ട് നേടിയ രത്നങ്ങളിൽ ഇത്ര വിലപ്പെട്ടതൊന്നുമില്ല. ദ്രൗണി പറഞ്ഞു, എന്റെ ചൂടാമണി ഉണ്ടെങ്കിൽ ശസ്ത്രവ്യാധിക്ഷുകളിൽ നിന്നും ദേവദാനവ നാഗ
പ്രകൃതികളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടതില്ല. എന്തൊക്കെയാണ്? എൻ്റെ ഈ ചൂടാമണി എൻ്റെ തലയിൽ ഉണ്ടെങ്കിൽ എന്താണ്? ശസ്ത്രം കൊണ്ടുള്ള വ്യാധി, അതാണ് ശസ്ത്രങ്ങളിൽ നിന്നുള്ള ഒരു വ്യാധികളിൽ നിന്നും, ആ ആയുധം കൊണ്ടുള്ള, അസ്ത്രങ്ങൾ കൊണ്ടുള്ള ഒന്നും എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല. എന്താണ്? ശസ്ത്രവ്യാധി ക്ഷുതങ്ങളിൽ നിന്നും, ആ ശസ്ത്രം കൊണ്ടുള്ള ആ ഒരു ദോഷവും, ഒരു അമ്പിൽ നിന്നും, ഒരു ആയുധത്തിൽ നിന്നും എനിക്ക് ദോഷമൊന്നും സംഭവിക്കുകയില്ല. അത് മാത്രമാണോ? വേറെ എന്തൊക്കെയാണ്? ദേവ, ദാനവ, നാഗ, രക്ഷ, പ്രകൃതികൾ, അത്രയും കാര്യങ്ങളിൽ നിന്നും ഒന്നും ഭയപ്പെടേണ്ടത്. എന്താണ് ഞാൻ പറയുന്നത്? ദേവ എന്നുവെച്ചാൽ ദേവന്മാർ, ദാനവന്മാർ, പിന്നെന്താണ്? നാഗ, സർപ്പങ്ങള്, പിന്നെന്താണ്? രക്ഷസുകൾ, അങ്ങനെയുള്ളവരിൽ നിന്നും, ആ പ്രകൃതികളിൽ നിന്നൊന്നും ഞാൻ പിന്നെ ഭയപ്പെടേണ്ട കാര്യമില്ല. എനിക്ക് എന്താണ്? അസ്ത്രം കൊണ്ടുള്ള എനിക്കൊരാപത്ത് സംഭവിക്കത്തില്ല. പിന്നെന്താണ്? ദേവന്മാരിൽ നിന്നോ, ദാനവന്മാരിൽ നിന്നോ, നാഗങ്ങളിൽ നിന്നോ, രാക്ഷസന്മാരിൽ നിന്നോ ഉള്ള ദോഷങ്ങളൊന്നും, അവരിൽ നിന്നും എനിക്കൊന്നും ദോഷവും എനിക്ക് സംഭവിക്കത്തില്ല. അവരെ ഒന്നും ഞാൻ ഭയപ്പെടേണ്ടുന്ന കാര്യമില്ല, ഒന്നും ഭയപ്പെടേണ്ടതില്ല. അതെനിക്ക് ഉപേക്ഷിക്കാൻ വേണ്ടി മനസ്സില്ല. അതുകൊണ്ട് എൻ്റെ ചൂടാമണി എനിക്ക് ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മനസ്സ് എനിക്കില്ല. എന്നാലും ഭഗവാൻ പറഞ്ഞത് കൊണ്ട് ഞാനത് കൊടുത്തേക്കാം. എന്നാലും അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാനത് കൊടുത്തേക്കാം. ഇതാ മണി. എന്നാൽ എൻ്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശണം. എന്താണ്? എൻ്റെ പുൽക്കൊടി ആദ്യമേ എടുത്ത് ബ്രഹ്മശിരസ് ആ ഒരു മന്ത്രം ചൊല്ലിവിട്ടിരിക്കുന്ന ആ ഒരു പുൽക്കൊടി ഉണ്ടല്ലോ, ആ ഒരു അസ്ത്രമായിട്ട് പോയിരിക്കുന്നത്, അതെന്താണ്? എൻ്റെ ചൂടാമണി ഞാൻ അവർക്ക് കൊടുക്കാം. പക്ഷെ എന്താണ് അതിന് പകരം എന്താണ് പറയുന്നത്? എൻ്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശണം. ആ ഒരു ചെന്നേശനം എന്ന് വെച്ചാൽ എന്തോ? ചെന്ന് ഭവിക്കണം, ചെന്നെത്തണം, അങ്ങനെയൊക്കെ ചെന്നേശനം എന്ന് പറയാം. ചെന്ന് ഏശുക. നമ്മൾ എന്താണ്? ഇപ്പോൾ ഞാൻ ഒരു ചോക്കെടുത്ത് അവനെ എറിഞ്ഞപ്പോൾ എന്താണ്? ആ മോൻ്റെ ദേഹത്ത് ചെന്ന് ഏശിയിട്ട് പോയി, ചെന്ന് തട്ടിയിട്ട് പോയി. ഏശുക, തട്ടുക. നോക്കിയേ മക്കളെ. അപ്പോഴെന്താണ് പറയുന്നത്? എന്നാൽ എൻ്റെ പുൽക്കൊടി പാണ്ഡവരുടെ സന്തതിയിലെങ്കിലും ചെന്നേശണം. അത് പ്രയോഗിച്ചത് വെറുതെ ആയിക്കൂടാ. ഞാൻ അത് പ്രയോഗിച്ചു കഴിഞ്ഞത് വെറുതെ ആയിക്കൂടാ. എനിക്കത് പ്രതിസംഹരിക്കാൻ വയ്യ. എനിക്ക് ആ ഒരു അസ്ത്രം ഇല്ലാതാക്കാൻ വേണ്ടി, അതിനെ നശിപ്പിക്കാൻ വേണ്ടി എനിക്ക് വയ്യ. എനിക്ക് പ്രതിസംഹരിക്കാൻ വയ്യ. ഞാനത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാം. അതെന്താണ്? ഞാൻ അവർക്ക്, പാണ്ഡവരുടെ നേർക്ക് എറിഞ്ഞിരിക്കുന്ന ആ ഒരു അസ്ത്രം, അതിനെ പ്രതിസംഹരിക്കാൻ, അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വയ്യ. പകരം എന്താണ്? എൻ്റെ ചൂടാമണി ഞാൻ അവർക്ക് കൊടുക്കാം. പകരം എന്താണ്? പാണ്ഡവരുടെ സന്തതി പരമ്പരയിലെങ്കിലും ചെന്ന് ആ ഒരു അസ്ത്രം ഒന്ന് ഏശണം കേട്ടോ. സന്തതിയിലെങ്കിലും ചെന്നേശണം. അത് പ്രയോഗിച്ചത് വെറുതെ ആയിക്കൂടാ. ഞാൻ ആ ഒരു അസ്ത്രം പ്രയോഗിച്ചത് വെറുതെ ആയിക്കൂടാ. എനിക്കത് പ്രതിസംഹരിക്കാൻ വയ്യ. എനിക്കത് പ്രതിസംഹരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് പറ്റില്ല. ഞാനത് പാണ്ഡവരുടെ സന്തതിയിലേക്ക് തിരിക്കാം. ഭഗവാൻ പറഞ്ഞത് ചെയ്തില്ലെന്ന് വേണ്ട. ഭഗവാൻ പറഞ്ഞത് ആരോടാണ് പറയുന്നത്? വ്യാസനോടാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞത് ഞാൻ ചെയ്തില്ലെന്ന് വേണ്ട, ഞാൻ ആ അസ്ത്രം പിൻവലിക്കത്തില്ല. അങ്ങ് പറയുന്നത് പോലെ എൻ്റെ ചൂടാമണി എനിക്കുണ്ടെങ്കിൽ എനിക്ക് സർവ്വ ആപത്തിൽ നിന്നും എനിക്ക് രക്ഷയായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ എന്തൊക്കെ പറയുന്നുണ്ട് ഇതിനകത്ത്? ചൂടാമണി ഉണ്ടെങ്കിൽ ശസ്ത്രവ്യാധികളിൽ നിന്നെല്ലാം രക്ഷപ്പെടുമായിരുന്നു. അതുപോലെ തന്നെ എന്താണ്? ദേവൻ, ദാനവൻ, നാഗങ്ങളും, രാക്ഷസൻ, അതിൽ നിന്നും എല്ലാം എനിക്ക് രക്ഷയുണ്ടായിരുന്നു. പിന്നെ എനിക്ക് അയച്ച അസ്ത്രം തിരിച്ച് എന്താണ്? എൻ്റെ ശക്തി ക്ഷയിപ്പിക്കാനൊന്നും വയ്യ. പകരം എന്താണ്? ഞാൻ എൻ്റെ ചൂടാമണി അവർക്ക് കൊടുക്കാം. പകരം എന്ത് ചെയ്യണം? അവരുടെ സന്തതിയിലേക്ക് ഞാൻ ആ അസ്ത്രം തിരിച്ച് അയക്കും, തിരിച്ചു വിടും. ഭഗവാൻ പറഞ്ഞത് ചെയ്തില്ലെന്ന് വേണ്ട, ഞാനത് അങ്ങ് പറഞ്ഞത് ഞാൻ അനുസരിച്ചില്ലെന്ന് വേണ്ട. വ്യാസൻ പറഞ്ഞു, അങ്ങനെ ആവട്ടെ, നീ അതിനപ്പുറം ഒന്നും വിചാരിക്കരുത്. പിന്നെ ഓക്കെ, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. അപ്പൊ അത്രയും കാര്യങ്ങൾ നമ്മുടെ ദ്രൗണി ചെയ്യാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്യാമെന്ന് സമ്മതിച്ചു. അപ്പോഴത്തേന് ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ എന്ന് ആരാണ്? നമ്മൾ ഭഗവാൻ പറഞ്ഞു, വ്യാസൻ പറഞ്ഞു.
വ്യാസൻ പറഞ്ഞു, അങ്ങനെയാവട്ടെ, നീ അതിനപ്പുറമൊന്നും വിചാരിക്കരുത്. അപ്പോഴെന്താണ് വ്യാസൻ തന്നെ പറയാണ്, നീ അതിനേക്കാൾ കൂടുതലായിട്ട്, അതായത് അതിനപ്പുറമൊന്നും വിചാരിക്കരുത്. ദ്രൗണി അത് പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ഋഷികേശൻ ഹർഷം കൊണ്ട് ആ പാപിയോട് പറഞ്ഞു. എന്താണ്? ആ പാണ്ഡവ ഗർഭത്തിലേക്ക്, പാണ്ഡവരുടെ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുകയാണ്. അപ്പോൾ പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടപ്പോൾ ഋഷികേശൻ ഹർഷം കൊണ്ട് ആ പാപിയോട് പറഞ്ഞു, അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാകുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. അപ്പോഴെന്താണ് അപ്പോഴെന്താണ് ആ ദ്രൗണി അത് പാണ്ഡവ ഗർഭത്തിലേക്ക് വിട്ടു കഴിഞ്ഞപ്പോൾ എന്താണ് ഋഷികേശൻ ഹർഷം കൊണ്ട്, സന്തോഷം കൊണ്ട് ആ പാപിയോട് പറയുകയാണ്. എന്താണ്? എന്തായാലും അവരെ കൊല്ലാതെ അടുത്ത തലമുറയ്ക്കാണല്ലോ വിട്ടത്. എന്നിട്ട് പറയണം, അർജുനന്റെ പുത്രവധുവായ ഉത്തര. അർജുനന്റെ പുത്രൻ ആരാടോ? അഭിമന്യുവാണ്. അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര. അപ്പോഴെന്താണ്? അർജുനന്റെ പുത്രവധുവായ ഉത്തര പെറ്റുണ്ടാകുന്ന പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. അപ്പോഴ് അർജുനന്റെ ഭാര്യ ആരാണ്? സുഭദ്ര. അർജുനന്റെയും സുഭദ്രയുടെയും പുത്രനാണ് അഭിമന്യു. അഭിമന്യുവിന്റെ ഭാര്യയാണ് ആരാണ്? ഉത്തര. അപ്പോഴാ ഉത്തരയ്ക്ക് ഉണ്ടാകുന്ന കുഞ്ഞ്, അതായത് നമ്മുടെ പാണ്ഡവ വംശത്തിന്റെ കുഞ്ഞ് തന്നെയല്ലേ? അപ്പോഴെന്താണ് ആ കുഞ്ഞ് പരീക്ഷിത്ത്. അതെന്താണ്? പരീക്ഷിത്ത് പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. അപ്പോൾ ഒരിക്കലും അവരുടെ വംശം നശിച്ചു പോകത്തില്ല. അപ്പോൾ എന്തൊക്കെ സംഭവിച്ചാലും, ഏത് അസ്ത്രം വന്നു കഴിഞ്ഞാലും പരീക്ഷിത്ത് എന്ത് ചെയ്യും? നമ്മുടെ പാണ്ഡവ വംശത്തെ നിലനിർത്തുക തന്നെ ചെയ്യും. ദ്രൗണി ശുണ്ഠിയെടുത്ത്, അതുണ്ടാവില്ല, നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ്, എന്റെ വാക്ക് മറിച്ചാവില്ല, ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിൽ ഏശുക തന്നെ ചെയ്യും. അപ്പോഴെന്താണ്? ആ ദ്രൗണി ശുണ്ഠിയെടുത്തു. എന്നിട്ടാണ് പറയുന്നത്, അതുണ്ടാവില്ല, നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ്. നിനക്ക് പക്ഷപാതം എന്ന് വെച്ചാൽ എന്താണ്? തളർവാദം ഒന്നുമല്ല പക്ഷപാതം എന്ന് പറയുന്നത് കേട്ടോ. പക്ഷപാതം എന്ന് പറയുന്നത് നീയിപ്പം അങ്ങനെയാ അവരുടെ സൈഡ് നിൽക്കുന്നു പറയത്തില്ലേ നമ്മൾ. ഇപ്പം ക്ലാസ്സിൽ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നത്തെ വഴക്കുണ്ടായി കഴിഞ്ഞാൽ എന്താണ്? കുട്ടികളെല്ലാം രണ്ട് ചേരി തിരിയത്തില്ലേ? അപ്പോൾ കുറേ പേര് ആദ്യം വഴക്കുണ്ടാക്കിയ ആളുടെ കൂടെ നിൽക്കും, പിന്നെ കുറേ പേര് മറുഭാഗത്ത് നിൽക്കുമല്ലോ, സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോഴെന്താണ്? പക്ഷപാതം കാണിക്കുക. അപ്പോൾ ക്ലാസ് മേഡമായിട്ടുള്ള എനിക്ക് വേറെ ഒരു കൂട്ടരോടാണ് എനിക്ക് താല്പര്യം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നവർക്ക് കണ്ടോ മേഡം പക്ഷപാതം കാണിക്കുന്നത്, മേഡം എന്തിനാ അവരുടെ കൂടെ പോയി നിൽക്കുന്നത്, അങ്ങനെ തിരിയരുന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞൂടെ? പക്ഷപാതം മനസ്സിലായ എങ്ങനെയാണെന്ന് ചെയ്ത് കഴിയുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഒരു രീതി. നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ്, എൻ്റെ വാക്ക് മറിച്ചാവില്ല, ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിൽ ഏശുക തന്നെ ചെയ്യും. ഞാൻ പ്രയോഗിച്ച ആ ഒരു അസ്ത്രം അത് അവളുടെ ഗർഭത്തിൽ ഏശുക തന്നെ ചെയ്യും. ആരുടെ ഗർഭത്തിലാണ്? അർജുനന്റെ പുത്രനായ അഭിമന്യുവിന്റെ ഭാര്യ ഉത്തരയുടെ ഗർഭത്തിൽ. മനസ്സിലായോ? അർജുനന്റെയും സുഭദ്രയുടെയും പുത്രനാണ് ആര്? അഭിമന്യു. അഭിമന്യുവിന്റെ ഭാര്യയാണ് ഉത്തര. അപ്പോൾ ഉത്തരയുടെ ഗർഭത്തിൽ ഏശുക തന്നെ ചെയ്യും. അതിനെ രക്ഷിക്കാമെന്നും നീ കരുതണ്ട. ആരാണ് പറയുന്നത്? ദ്രൗണിയാണ് പറയുന്നത്. എന്താണ്? അതുണ്ടാവില്ല, നീ പക്ഷപാതം കൊണ്ട് പറയുകയാണ്, എൻ്റെ വാക്ക് മറിച്ചാവില്ല, ഞാൻ പ്രയോഗിച്ച അസ്ത്രം അവളുടെ ഗർഭത്തിൽ ഏശുക തന്നെ ചെയ്യും. അതിനെ രക്ഷിക്കാമെന്ന് നീ കരുതണ്ട. ഭഗവാൻ പറഞ്ഞു, ആ പരമാസ്ത്രം വീണാൽ വെറുതെ ആവില്ല തന്നെ. എന്താണ്? ആ പരമാസ്ത്രം വീണാൽ വെറുതെ ആവില്ല തന്നെ. എന്നാൽ ആ ഗർഭം ചാപിള്ളയായാലും ദീർഘായുസ് നേടും. എന്നാൽ എന്താണ്? ആ അസ്ത്രം വീഴും. ഭഗവാൻ എന്താണ് പറയുന്നത്? ആ പരമാസ്ത്രം വീണാൽ അത് വെറുതെ ആവില്ല, അങ്ങനെ വീഴുന്നത് വെറുതെ ആവില്ല. എന്നാൽ ആ ഗർഭം, പക്ഷേ ആ ഗർഭത്തിലാണ് വീഴുന്നതെങ്കിൽ ആ ഗർഭം ചാപിള്ളയായാലും ദീർഘായുസ് നേടും. ചാപിള്ള എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാമോ? ചാപിള്ള, മരിച്ച കുഞ്ഞിനാണ് നമ്മൾ ചാപിള്ള എന്ന് പറയുന്നത്. മരിച്ച കുഞ്ഞിനെ, പക്ഷെ ഗർഭത്തിൽ കിടന്ന് തന്നെ മരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ ചാപിള്ള എന്നാണ് പറയുന്നത്. അതിൻ്റെ അർത്ഥം അതാണ്, ചാപിള്ള. അപ്പോഴെന്താണ്? ആ ഗർഭം ചാപിള്ളയായാലും ദീർഘായുസ് നേടും. ഒരുപക്ഷെ ആ കുഞ്ഞ് മരിച്ചു പോയ കുഞ്ഞാണെങ്കിൽ പോലും അത് ഈ ദീർഘായുസ് നേടും കേട്ടോ. അത് ഗർഭം ചാപിള്ളയായാൽ പോലും എന്ത് ചെയ്യും? ദീർഘായുസ് നേടും. നീ കാപുരുഷനും പലപ്പോഴും പാപം ചെയ്തവനും
ബാലജീവിത ഖാദിയും ഒക്കെയാണെന്ന് ബുദ്ധിമാന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നീ എന്താണെന്നാണ്? നീ കാപുരുഷനും പലപ്പോഴും പാപം ചെയ്തവനും ബാലജീവിത ഖാദിയുമാണെന്ന്. ബാലജീവിതം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിനെ കൊല്ലുന്ന ആള്, ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇല്ലാതാക്കുന്ന ആള്. ബാലജീവിത ഖാദിയുമാണെന്നും ബുദ്ധിമാന്മാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ബുദ്ധിയുള്ള ആൾക്കാർക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞു നിന്റെ സ്വഭാവം എന്താണെന്നും നീ എന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. നീ അതിൻ്റെ ഫലം നേടുക. അതിൻ്റെ ഫലം എന്താണെന്നുള്ളത് നീ നേടുക. നമ്മൾ ചെയ്യുന്ന എന്താണ്? നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യമാണെങ്കിലും, അതൊരു പക്ഷേ നല്ല കാര്യമാണെങ്കിലും ഒരു ദോഷമായിട്ടുള്ള കാര്യമാണെങ്കിലും, സത്കർമ്മമാണെങ്കിലും ചീത്തകർമ്മമാണെങ്കിലും എന്താണ്? അവനവൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കത്തുള്ളൂ. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു പാപം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫലം എനിക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴെന്താണ്? ഞാൻ ചെയ്യുന്ന ഒരു പാപത്തിൻ്റെ ഫലം ഉണ്ടെങ്കിൽ എൻ്റെ ഫ്രണ്ട് ഇരുന്ന ഞാൻ ഇങ്ങനെ ഒരു പാപം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫലം നീ അങ്ങ് ഏറ്റെടുത്തോളെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു സുഹൃത്തിന് ആ ഒരു പാപഫലം കൊടുക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന ഒരു നന്മ പ്രവൃത്തിയുടെ ഫലം, അതിൻ്റെ ഫലവും ഞാൻ തന്നെയാണ് സ്വീകരിക്കേണ്ടത്. അതല്ലാതെ ആ ഒരു കർമ്മഫലം എനിക്ക് മറ്റൊരാൾക്ക് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല. കേട്ടോ? എന്താണ്? നീ അതിൻ്റെ ഫലം നേടുക. അപ്പോൾ എന്ത് ഫലമാണെങ്കിലും നീ തന്നെ അത് നേടുക. എന്താണ് പിന്നെ അതിൻ്റെ ഫലം എന്താണെന്ന് നോക്കിക്കേ. നീ 3000 ആണ്ട് കാലം എങ്ങുമേന്നും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ നടക്കും. ചിരഞ്ജീവിയാണ് ദ്രൗണി കേട്ടോ. അതാണ് പറയുന്നത്. നീ 3000 ആണ്ട് കാലം, 3000 വർഷം, 3000 ആണ്ട് കാലം, 3000 വർഷം, 3000 വർഷം എങ്ങുമേതും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ നടക്കും. അപ്പോഴെന്താണ്? ഈ ദ്രൗണി നന്നായിട്ട് എല്ലാവർക്കും നന്നായിട്ട് അറിയാവുന്ന ആൾക്കാർക്കാണ് ഉണ്ടാവും. പ്രശസ്തനായിട്ടുള്ള ആളല്ലയോ. എന്നിരുന്നാൽ പോലും എന്താണ്? ആ 3000 ആണ്ട് കാലം എങ്ങുമേതും അറിയാതെ ഈ ഭൂമിയിൽ നടക്കും. നിസ്സഹായനായി വിജന പ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. നിസ്സഹായം എന്ന് വെച്ചാൽ ആരും സഹായിക്കാനില്ലാത്തൊരവസ്ഥ. നിസ്സഹായം, ആരുടെ സഹായം കിട്ടാത്തൊരവസ്ഥ. അപ്പോഴെന്താണ്? നിസ്സഹായനായി വിജന പ്രദേശങ്ങളിൽ. വിജന പ്രദേശം എന്ന് വെച്ചാൽ എന്താ? നമുക്ക് ആരും ഇല്ലാത്ത പ്രദേശങ്ങൾ, മരുഭൂമി പോലുള്ള പ്രദേശങ്ങൾ വിജന പ്രദേശങ്ങളാണ്. ഒരു വീടുകൾ ഒന്നുമില്ലാതെ, ഒരു കടകളും കോളങ്ങളും ഒന്നുമില്ലാത്ത സ്ഥലങ്ങൾ വിജന പ്രദേശങ്ങളാണ്. എന്ന് വെച്ചാൽ അവിടെ മനുഷ്യവാസമൊന്നുമില്ല, അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് വിജന പ്രദേശങ്ങൾ. വിജനം, ജനങ്ങൾ ഇല്ലാത്തത് വിജനം. മനസ്സിലായോ? വിജനം. നോക്കൂ മക്കളെ. നിസ്സഹായനായി വിജന പ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. പാപാത്മൻ സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടുങ്കാടുകളിൽ തെണ്ടിയലയും. ഭയങ്കരമായിട്ടുള്ള അവസ്ഥയില് എന്താണ്? ആ വിജന പ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. എന്നിട്ട് എന്താണ്? പാപാത്മൻ, ആ പാപത്താൽ എന്ത് ചെയ്യും? സർവ്വവ്യാധികളും പിടിപെട്ട്. വ്യാധികൾ എന്ന് വെച്ചാൽ എന്താണ്? വ്യാധി, അസുഖങ്ങളാണ് വ്യാധികൾ എന്ന് പറയുന്നത് കേട്ടോ. വ്യാധി, വ്യാധി എന്താണ്? അസുഖങ്ങൾ. എന്താണ്? അസുഖങ്ങൾ. അസുഖങ്ങള് സർവ്വവ്യാധികൾ പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട്. ചോരയും എന്താണ്? ശരീരഭാഗങ്ങളൊക്കെ മുറിഞ്ഞ് കുണ്ടുപിടിച്ചല്ലാത്തത് ചോരയും. ചലം എന്ന് വെച്ചാൽ എന്താണ്? ചലം എന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്ന ആ ഒരു പഴുപ്പും വെള്ളവും ഒക്കെ വരുന്നുണ്ടല്ലോ. ഒരു വ്രണമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് അറിഞ്ഞൂടെ അതിനകത്തുനിന്ന് ആദ്യം മുറിയുമ്പോൾ ചോര വരും, പിന്നിച്ച് കഴിയുമ്പോഴത്തേനും എന്താണ്? ഒരു പഴുപ്പ് കണക്കാവും. പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി വരുന്നൊരവസ്ഥയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ കൈയും കാലും മുറിയുമ്പോഴൊക്കെ അങ്ങനെയൊക്കെ തന്നെ വരുന്നത് ഇല്ലേ? ചോരയും ചലവും നാറിക്കൊണ്ട് കൊടുങ്കാടുകളിൽ തെണ്ടിയലയും. അപ്പോഴെന്താണ്? അങ്ങനെ മുറിവുകളൊക്കെ വന്ന് അതിനകത്തുനിന്ന് പഴുപ്പും വെള്ളമൊക്കെ വരുന്ന അവസരത്തിൽ എന്താണ്? അത് നമ്മൾ ഇപ്പം നമുക്കാണെങ്കിൽ തന്നെ കൈയും കാലൊക്കെ മുറിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളത് കഴുകി വൃത്തിയാക്കി അതിൻ്റെ ടോളൊക്കെ വെച്ച് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ മരുന്ന് വെച്ച് കെട്ടും. അന്നേരത്തിൽ അതങ്ങ് ഉണങ്ങിപ്പോവും, സുഖമാവും നമ്മുടെ കൈയും കാലൊക്കെ മുറിയുന്നത്. പക്ഷേ ഈ വിജനമായിട്ടുള്ള പ്രദേശങ്ങളിൽ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്ന ആൾക്ക് ആരാണ് കൊണ്ടു കൊടുക്കുന്നത് മരുന്ന് വെക്കാനൊക്കെ? അങ്ങനെ അതിനുള്ള അവസരം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോഴത്തേന് എന്താണ്? ഇങ്ങനെ ആ വെള്ളവും ചലവും ഒക്കെ ഒഴുകി അതിങ്ങനെ നാറി നടക്കുന്നുണ്ട്. നാറിക്കൊണ്ട് കൊടുങ്കാടുകളിൽ തെണ്ടി അലയും. പരീക്ഷിത്താകട്ടെ ആയുസ് നേടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കൃപാചാര്യനിൽ നിന്നും സർവാസ്ത്രങ്ങൾ പഠിച്ചറിഞ്ഞ് ക്ഷത്രിയ ധർമ്മത്തിലിരുന്ന് 60 ആണ്ട് ഭൂമി വാഴും. അപ്പോഴാ പരീക്ഷിത്ത് ആരാണെന്നാ പറഞ്ഞത്? നമ്മുടെ ഉത്തരയുടെ ഗർഭത്തിലുള്ള കുഞ്ഞാണ് പരീക്ഷിത്ത്. ആ പരീക്ഷിത്ത് എന്താണ്?
പാണ്ഡവ വംശത്തെ നിലനിർത്തുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴത്തേന് ആ അസ്ത്രം എയ്ത ആളിന്റെ അവസ്ഥയാണ് പറയുന്നത്. അസ്ത്രം എയ്ത ആളെ എത്ര വർഷം, 3000-ഓളം കാലം ഇങ്ങനെ അലഞ്ഞ് നടന്ന് ആരോരുമില്ലാതെ ദേഹത്തെ മുറിവും ചലവുമായിട്ട് എന്താണ് ഒരു ദുർഗന്ധത്തോടെ അങ്ങനെ നടക്കില്ലേ. ഏകദേശം നമ്മൾ കണ്ടിട്ടുണ്ടോ റോഡിലൊക്കെ പോകുന്ന ഭ്രാന്തന്മാരെന്ന് നമ്മൾ പറയത്തില്ലയോ, ഭിക്ഷക്കാര്, ഒട്ടര്, ആരോരുമില്ലാത്ത ആളുകളല്ലേ. അവരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ. എന്താണ് ആഹാരം കൊടുക്കാനും ഇപ്പോഴൊക്കെ ഇപ്പോഴെങ്കിൽ ഈ ഒന്നാലോചിച്ചാൽ നമ്മളുടെ ഈ കൊറോണയൊക്കെ വന്നതിന് ശേഷം അവരെയൊന്നും കാണാനില്ല ഇല്ലയോ. ഭിക്ഷക്കാരൊന്നും റോഡ് തീരെ കുറവാണ്. എന്നാലും നമുക്ക് അതിന് മുമ്പുള്ള സമയത്തൊക്കെ കാണുമ്പോഴെന്തായിരുന്നു, അങ്ങ് തലമുടിയും വളർത്തിയിട്ടും അങ്ങ് മുഷിഞ്ഞ വസ്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോടെ പറയുന്നത്, നമ്മളെ മണ്ണിൻ്റെ ചെളിയുടെ കളറുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ട് അല്ലേ, താടി മുടിയും എല്ലാം വളർന്ന് അങ്ങനെ നടക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പക്ഷേ എന്താണ് കഷ്ടം. ഒരുപക്ഷെ അവരൊക്കെ എന്താണ് നല്ല കുടുംബങ്ങളിലൊക്കെ ജനിച്ച് നല്ല ജോലിയിലും നല്ല ജീവിതമാർഗത്തിലൊക്കെ ഇരുന്ന ആളുകളായിരിക്കാം, അങ്ങനെ ജീവിച്ചിരുന്നവരായിരിക്കാം. എന്തായാലും ജനിച്ചപ്പോഴേ എന്തായാലും അച്ഛനും അമ്മയില്ലാതെ ജനിക്കാൻ പറ്റില്ലല്ലോ. ജനിച്ചപ്പോഴേ ഇങ്ങനെ ഭിക്ഷക്കാരനും ഭ്രാന്തനുമായിട്ട് ആരും മാറുന്നില്ലല്ലോ. അവരവരുടെ സാഹചര്യങ്ങളും അവസ്ഥകളും കൊണ്ട് അങ്ങനെ ആയിപ്പോകുന്നതായിരിക്കാം ഇല്ലേ. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലാതെ ഒരാൾ ആരും അനാഥനായിട്ട് ജനിക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ആരും ഭ്രാന്തന്മാരും ഭിക്ഷക്കാരുമായിട്ടൊന്നും ആരും ജനിക്കുന്നില്ല. ആരും അങ്ങനെ ജനിക്കുന്നില്ല. അവരവരുടെ സാഹചര്യവും അവസ്ഥകളും കൊണ്ട് അങ്ങനെ ആയി തീരുന്നതാകാം അവർ. അപ്പോഴതുപോലെ നോക്കിക്കുകയും നമ്മുടെ എന്താണ് ഈ ഒരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചതുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ വരാൻ പോകുന്നത്. എന്താണ് 3000 ആണ്ടുകാലം എങ്ങും ഏതും അറിയപ്പെടാതെ ഈ ഭൂമിയിൽ നടക്കും. നിസ്സഹായനായി വിജനപ്രദേശങ്ങളിൽ തെണ്ടി നടക്കും. പാപാത്മാൻ സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറിക്കൊണ്ട് കൊടുങ്കാടുകളിൽ തെണ്ടി അലയും. അപ്പോഴെന്താണ്, അപ്പോൾ പരീക്ഷിത്ത് എന്ത് ചെയ്യും? ആ കുഞ്ഞിൻ്റെ കാര്യം എന്താണ് പറയുന്നത്? പരീക്ഷിത്താകട്ടെ ആയുസ് നേടി കണ്ടോ, ജനിച്ച് ആയുസ്സൊക്കെ ആയി കഴിഞ്ഞു. ആയുസ് നേടി ബ്രഹ്മചര്യം അനുഷ്ഠിച്ച് കൃപാചാര്യരിൽ നിന്നും സർവാസ്ത്രങ്ങളും പഠിച്ചറിഞ്ഞ്, കൃപാചാര്യൻ അവരുടെ ഗുരുവാണ്, അദ്ദേഹത്തിൽ നിന്നും എല്ലാ അസ്ത്രങ്ങളും പഠിച്ചറിഞ്ഞ് ക്ഷത്രിയ ധർമ്മത്തിലിരുന്ന് 60 ആണ്ട് ഭൂമിയിൽ വാഴും. ഇവർക്ക് ശേഷം മഹാബാഹുവായ പരീക്ഷിത്ത് ദുർബുദ്ധെ നീ വിളിച്ചിരിക്കെ കുരു രാജാവായി വാഴും. കണ്ടോ, കുരുവംശത്തിലെ രാജാവായിട്ട് 60 ആണ്ട് ഭൂമിയിൽ വാഴും. എന്നിട്ട് എന്താണ്, അതിനെല്ലാം കഴിഞ്ഞ് മഹാബാഹുവായ പരീക്ഷിത്ത് ദുർബുദ്ധയെ നീ വിളിച്ചിരിക്കെ, നീ ഇങ്ങനെ വിളിച്ചിരിക്കുന്ന സമയത്ത് എന്താണ്, കുരു രാജാവായി വരും. ഞാനവനെ ജീവിപ്പിക്കും. എൻ്റെ തപസ്സിൻ്റെയും സത്യത്തിൻ്റെയും വീര്യം നരാധമ നീ കണ്ടുകൊള്ളുക. എന്താണ്, ഞാനവനെ ജീവിപ്പിക്കും. അവനെ ആ അസ്ത്രം ചെന്ന് തട്ടിയാൽ പോലും അവനെ ഞാൻ ജീവിപ്പിക്കും. എന്താണ്, എൻ്റെ തപസ്സിൻ്റെയും സത്യത്തിൻ്റെയും വീര്യത്താൽ ഞാനവനെ, ഭഗവാൻ പറയുന്നത്, ഞാനവനെ ജീവിപ്പിക്കും. നരാധമ, നരന്മാരിൽ വെച്ച് മോശമായവനാണ് നരാധമൻ, മോശപ്പെട്ടതാണ് നരാധമനായിട്ടുള്ള. നീ കണ്ടുകൊള്ളുക. നീ അന്നേരം അത് കണ്ടുകൊള്ളുക. കാര്യം നിങ്ങൾക്ക് കാണാം, നീ എന്താണ്, മരണമില്ലാത്ത ആളാണ് അല്ലേ, ഇന്ന് ജീവിച്ചിരിക്കുന്ന ആളാണ്. നോക്കിയ മക്കളെ ബാക്കി നോക്കിയും. വ്യാസനും പറഞ്ഞു, നീ ഞങ്ങളെ അനാദരിച്ച് ആ കടുപ്പം ചെയ്തുകൊണ്ടും ബ്രാഹ്മണനായിട്ടും നിന്റെ നടപടി ഇതായതുകൊണ്ടും ദേവകീപുത്രൻ പറഞ്ഞ ഉത്തമ വാക്യം തീർച്ചയായും ഫലിക്കും. ദേവകീപുത്രൻ ആരാടോ? ശ്രീകൃഷ്ണനാണ്. ശ്രീകൃഷ്ണൻ പറഞ്ഞ ഉത്തമ വാക്യം തീർച്ചയായിട്ടും ഫലിക്കും. എന്താണ് പറയുന്നത്? വ്യാസൻ എന്താണ് പറയുന്നത്? അപ്പോൾ നീ ഞങ്ങളെ അനാദരിച്ച് ആ കടുപ്പം ചെയ്യിച്ചുകൊണ്ടും ബ്രാഹ്മണനായിരുന്നിട്ടും നിന്റെ നടപടി ഇതായതുകൊണ്ട്, ബ്രാഹ്മണൻ എന്ന് വെച്ചാൽ മനസ്സിലൊക്കെ നന്മയും അനുഭവമുള്ള ആളുകളാണ് ബ്രാഹ്മണന്മാർ. എന്നിട്ട് പോലും നിന്റെ പെരുമാറ്റവും കാര്യങ്ങളും ഇങ്ങനെ ആയതുകൊണ്ട് ഭഗവാൻ പറഞ്ഞ, ശ്രീകൃഷ്ണൻ പറഞ്ഞ, ദേവകീപുത്രൻ പറഞ്ഞ ആ ഉത്തമ വാക്യം തീർച്ചയായും ഫലിക്കും. ദ്രൗണി പറഞ്ഞു, ബ്രഹ്മൻ അവിടുത്തോടുകൂടി ഞാനും മനുഷ്യരിൽ ഇരുന്നു കൊള്ളട്ടെ. ഭഗവാൻ പുരുഷോത്തമൻ സത്യവാക്കായിക്കൊള്ളട്ടെ. എന്താണ് ആ ദ്രൗണി എന്താണ് പറഞ്ഞത്? ബ്രഹ്മൻ അവിടുത്തോടു കൂടി ഞാനും മനുഷ്യരിൽ ഇരുന്നു കൊള്ളട്ടെ. ഭഗവാൻ പുരുഷോത്തമൻ സത്യവാക്കായിക്കൊള്ളട്ടെ. ഞാനും ഒരു മനുഷ്യനാകാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഭഗവാന്റെ ആ വാക്ക് സത്യവാക്കായിക്കോട്ടെ, പറയുന്നതെല്ലാം സത്യമായിക്കോട്ടെ. അയാൾ പാണ്ഡവർക്ക് ചൂടാമണി കൊടുത്തു. എന്നിട്ട് എന്താണ്, അദ്ദേഹം ചൂടാമണി പാണ്ഡവർക്ക് കൊടുത്തു. മാനം കെട്ട് അവയെല്ലാം നോക്കി നിൽക്കെ കാട് കയറി. എന്നിട്ടാണ് നാണക്കേട് കൊണ്ട് നാണം കെട്ട് അവരെല്ലാവരും നോക്കി നിൽക്കെ എന്താണ്, കാട് കയറി. അദ്ദേഹം കണ്ണിൽ കയറി പോയി. ബാക്കി നോക്കിയ മക്കളെ, ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവനാർത്ഥത്തിൽ വല്ലവരെ പറ്റിയും
പറയാമെങ്കിൽ അത് അശ്വത്ഥാമാവിനെ പറ്റിയാണ്. അയാൾ നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനാണ്. എന്താണ് ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവനാർത്ഥത്തിൽ, ശപിക്കപ്പെട്ടവൻ എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ ആരെങ്കിലും പറ്റി പറയുകയാണെങ്കിൽ അതെന്താണ്, അത് അശ്വത്ഥാമാവിനെ പറ്റിയാണ് പറയുന്നത്. അത് നമ്മുടെ ചിരഞ്ജീവികളിൽ പ്രമുഖനാണ്. നമ്മുടെ ചിരഞ്ജീവികൾ ഉണ്ടായിരിക്കണം. അശ്വത്ഥാമാവുണ്ട്, മഹാബലിയുണ്ട്, വ്യാസനുണ്ട്, പിന്നെ ഹനുമാനുണ്ട്, വിഭീഷണനുണ്ട്, കൃപാചാര്യര്, പരശുരാമൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട്. നമുക്ക് ഈ ചിരഞ്ജീവികൾ ഗണത്തിൽ ആ ലിസ്റ്റിനകത്ത് പെടുന്ന ഒത്തിരി പേരുണ്ട്. അതിൽ പ്രമുഖനാരാണ്? അശ്വത്ഥാമാവാണ് കേട്ടോ. 1000 ആണ്ടുകളായി സർവ്വവ്യാധികളും പിടിപെട്ട് ചോരയും ചലവും നാറി ഭൂമിയിലെ വിജന പ്രദേശങ്ങളിലും കൊടുങ്കാടുകളിലും തെണ്ടിയലയുന്നു. അഥവാ ഭഗവാൻ കൃഷ്ണദ്വൈപാലകനെ പോലൊപ്പം സർവ്വ മനുഷ്യരെയും കുടികൊള്ളുന്ന ഈ ദ്രൗണപുത്രൻ ഏതാണെന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കിയോ? ഇതാരാണെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയോ? സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തങ്ങളിൽ ഉണ്ടായിത്തീരുന്ന ദ്വേഷ മത്സരങ്ങൾ ആക്രാന്ത പ്രത്യാഘാത രൂപേണ വളർന്ന് കൊടിയ യുദ്ധങ്ങളായി പരിണമിച്ചു തലമുറകളിലൂടെ വീണ്ടും പ്രതികാരോജ്ജയായി ഊട്ടംകൂടി എന്ന് വെച്ചാൽ വർദ്ധിച്ചു. തനിക്കുള്ള അനർഹമായ രത്നം പൊയ്പോയാലും എതിരാളിക്ക് മൂല്യച്ഛേദം വരുത്തി നിൽക്കൂ എന്ന വാശിയായി വേരുറയ്ക്കുന്ന ആ പക എന്ന് പറയുന്നത് മനുഷ്യശാപമുണ്ടല്ലോ, അതിന്റെ പ്രതിനിധിയല്ലാതെ മറ്റൊന്നുമല്ല ഈ ചെകുത്താൻ. അതിനെ അവനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നോളുക എന്ന താക്കീതാണ്. അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവ്വവ്യാപിയും കൽപ്പിച്ചതിനർത്ഥം ശ്രീ ഐശ്വര്യദേവിയാണ്, ലക്ഷ്മിയാണ് കേട്ടോ. ശ്രീയെ എന്ന പോലെ ജ്യേഷ്ഠ ഭഗവതി നമ്മൾ പറയും. ജ്യേഷ്ഠയെയും ഭഗവതിയായി കണ്ട ആർഷ സംസ്കാരം വ്യാസൻ എന്ന പോലെ അശ്വത്ഥാമാവിനെയും ചിരഞ്ജീവിയാണെന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല. എന്താണ് 1000 ആണ്ട് സർവ്വവ്യാധികൾ പിടിപെട്ട് ചോരയും ചലവും നാറി ഭൂമിയിലെ വിജന പ്രദേശങ്ങളിലും കൊടുങ്കാടുകളിലും തെണ്ടിയലയുന്നു. അതായത് നമ്മളങ്ങനെ ചിരഞ്ജീവിയായിട്ടുള്ള ആൾക്കാർ പറഞ്ഞില്ലേ എങ്ങനെയാണ് അവരുടെ ആ ഒരു അവസ്ഥയെന്ന്, അങ്ങനെ തെണ്ടിയലയുന്ന ആൾക്കാരാണ്. അപ്പോഴെന്താണ് അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അതേ സമയത്ത് എന്താണ് സ്നേഹം കൊണ്ട് ഒന്നായവർ തമ്മിൽ പോലും കാരണാന്തങ്ങളിൽ ഉണ്ടായിത്തീരുന്ന ദ്വേഷ മത്സരങ്ങൾ എന്താണ് ആ ഒരു രൂപേന സ്ഥിരമായിട്ട് ഒന്നായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ തമ്മിൽ ഉണ്ടാകുന്ന ആ ഒരു കൊടിയ യുദ്ധങ്ങളായിട്ട് പരിണമിക്കുന്നപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആണെങ്കിൽ പോലും ഇപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ്. സഹോദരങ്ങളും ബന്ധുക്കളും തമ്മിൽ ഉണ്ടാകുന്ന ഒരു കൊടിയ യുദ്ധം. എന്താണ് എന്നിട്ട് എന്താണ് തനിക്ക് അർഹമായ അമൂല്യമായ ആ രത്നം പോയപ്പോഴും എതിരാളിക്ക് മൂല്യച്ഛേദം വരുത്തിയേ നിൽക്കൂ എന്ന വാശിയോടെ വേരുറയ്ക്കുന്ന പക. തൻ്റെ ആ രത്നം നഷ്ടപ്പെട്ടിട്ടും തൻ്റെ എതിരാളിക്ക് അവരുടെ കുടുംബം വരെ നശിക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മളുടെ ആ ഒരു പക, അതൊക്കെ എന്താണ് മനുഷ്യശാപങ്ങളാണ്. അതെല്ലാം അതിൻ്റെ പ്രതിനിധിയായി ഈ മനുഷ്യരുടെ നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു സമൂഹത്തിൻ്റെ അവസ്ഥകളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മളുടെ കുട്ടികൃഷ്ണന്മാര ഈ കഥാസന്ദർഭത്തെ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഇവിടെ കണ്ടോ. അങ്ങനെയുള്ള ഒരു ചെകുത്താന്മാരെയാണ് അതിനെ എപ്പോഴും എവിടെയും കരുതിയിരുന്നു കൊള്ളുക എന്ന താക്കീതാണ്. ഇപ്പോഴും അങ്ങനെയുള്ള ചെകുത്താന്മാർ നമുക്കിടയിൽ ഇപ്പോഴും ഉണ്ട്. അശ്വത്ഥാമാവിനെ ചിരഞ്ജീവിയും സർവ്വവ്യാപിയുമായി കൽപ്പിച്ചതിനർത്ഥം എന്താണ്? അത് അങ്ങനെയുള്ള ആളിനെയാണ് അശ്വത്ഥാമാവിനെയാണ് നമ്മൾ ചിരഞ്ജീവിയായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. പിന്നെന്താണ് സ്ത്രീയെ പോലെ ഐശ്വര്യദേവതയെ പോലെ ജ്യേഷ്ഠാദേവതയെ നമ്മൾ ഭഗവതിയായി കണ്ട് ആർഷ സംസ്കാരം വ്യാസനെ പോലെ അശ്വത്ഥാമാവിനെയും ചിരഞ്ജീവി എന്ന് വാഴ്ത്തുന്നത് ഒരിക്കലും നിരർത്ഥകമല്ല എന്ന് വെച്ചാൽ അർത്ഥമില്ലാത്തതാണ്. എന്താണ് ആർഷ സംസ്കാരം എന്ന് വെച്ചാൽ ഋഷിമാരുടെ സംസ്കാരമാണ്. ആർഷ സംസ്കാരം വ്യാസൻ എന്ന പോലെ അശ്വത്ഥാമാവിനെയും ചിരഞ്ജീവി എന്ന് വാഴ്ത്തുന്ന ഒരിക്കലും അർത്ഥമല്ല. അപ്പോൾ നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ എന്താണ് മനസ്സിലാക്കിയത്? അന്ന് ആർഷ സംസ്കാരം ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ എന്താണ് താൻ നശിച്ചു പോയാലും മറ്റവൻ്റെ കുടുംബവും കൂടി നശിക്കണം എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു. മറ്റൊരാളിൻ്റെ എനിക്ക് നഷ്ടപ്പെടുന്നത് വേറൊരാൾ നേടണ്ട എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് പാഠം വന്നെത്തുകയാണ്. ആ ഒരു രീതി നമ്മുടെ ഇപ്പോഴത്തെ മനുഷ്യൻ്റെ മാനസികാവസ്ഥയും മാനസിക സാഹചര്യങ്ങളിലേക്കും ആ ഒരു കഥ നമ്മൾ കുട്ടികൃഷ്ണന്മാരെ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ഓക്കെ.
അപ്പോൾ നമുക്ക് പാഠഭാഗം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നല്ല നീറ്റായിട്ട് നോട്ടുകൾ എഴുതി പഠിക്കണം. എഴുതി വെച്ചാൽ മാത്രം പോലെ നന്നായിട്ട് പഠിക്കണം. നമ്മൾ 10ാം ക്ലാസ്സിലാകുകയാണ്, ബോർഡ് എക്സാം അടുത്ത് വരികയാണ്. നന്നായിട്ട് പഠിക്കുക. ഞാൻ ഈ തന്നിരിക്കുന്ന നോട്ട്സ് ഭാഗം മാത്രം കാണാതെ പഠിച്ചു വെക്കരുത്. പുസ്തകം നന്നായിട്ട് വായിച്ചു നോക്കുക. ഒരുപാട് അതിൽ നിന്നും പുറത്തു നിന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ വരും. അതെല്ലാം നിങ്ങൾക്ക് ഏത് ചോദ്യം വന്നാലും നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ വേണ്ടി നിങ്ങൾ പര്യാപ്തരായിരിക്കണം. അതിനെന്താണ് ചെയ്യാൻ? ഒരു മാർഗമേ ഉള്ളൂ, നന്നായിട്ട് പുസ്തകം വായിക്കുക കേട്ടോ. പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും എന്തെങ്കിലും ഒരുപാട് വായിക്കുക. വായനയിലൂടെ നമുക്ക് അറിവുകൾ വർദ്ധിക്കുകയും നമുക്ക് ഒരുപാട് എഴുതാനുള്ള സാഹചര്യവും കഴിവുകൾ നമുക്കുണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് എല്ലാവരും നോട്ട് കാണാതെ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരുപാട് വായിക്കണം. ഓക്കെ മക്കളെ, അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ.